സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മതായി, തടിക്കുളങ്കര. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കൽ അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകൊള്ളുവിൻ എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച ഈ വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഇതിനെ 4 നമുക്ക് തിരിക്കാം. ഇതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ പറയുന്നത് ഇടർച്ച വരുത്താതിരിക്കുക. ഇടർച്ച വരുത്താതിരിക്കുക. 2, 3, 4 വാക്യങ്ങൾ പറയുന്നത് ക്ഷമിക്കുക. 5, 6 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കുക. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രസ്താവിക്കുന്നത് യജമാനനെ ശുശ്രൂഷിക്കുക. 1ഉം 2ഉം വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യമാകുന്നു, എന്നാൽ അവ വരുത്തുന്നവനയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന് നല്ലത് അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നതാണ് അവന് നന്ന്. സ്തോത്രം. ഈ ചെറിയവരിൽ ഒരുത്തൻ ആരാണ്? എളിയ ഒരു വിശ്വാസിയായിരിക്കാം. ഈ എളിയ വിശ്വാസി ദൈവ കുടുംബത്തിലെ വിലയേറിയ അംഗമാണ്. ഈ വിലയേറിയ അംഗത്തിന് ഇടർച്ച വരുത്തുന്നവനയ്യോ കഷ്ടം. ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുന്നവർ, അവരെ പ്രയാസങ്ങളിൽ കൂടി കടത്തിവിടുന്നവർ, അറിഞ്ഞിരിക്കുക, നിങ്ങൾക്കയ്യോ കഷ്ടം. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ചെറിയവർ ചുങ്കക്കാരും പാപികളുമായിരുന്നു. വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഈ എളിയവർക്ക്, അതായത് ചുങ്കക്കാർക്കും പാപികൾക്കും ഇടർച്ച വരുത്തുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അയ്യോ കഷ്ടം. അതായത് എളിയവരായ പാപികൾക്കും ചുങ്കക്കാർക്കും ഇടർച്ച വരുത്തുന്നവനെ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. തിരികല്ല് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഗോതമ്പ് പൊടിക്കുവാൻ ഉപയോഗിച്ച ഒരു തരം കല്ല്. അതായത് റൗണ്ടാകൃതിയുള്ള ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായി വച്ചിരിക്കുന്നതും മുകളിലത്തെ കല്ല് തിരിക്കുവാൻ പാകത്തിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതുമായ ഭാരമേറിയ ഒരു തരം ഗോതമ്പ് പൊടിക്കുന്ന കല്ല്. സ്തോത്രം. ഇതിന് വളരെ ഏറെ ഭാരമുണ്ട്.
ഇടർച്ച ഉണ്ടാക്കുന്നവന്റെ കഴുത്തിൽ ഇങ്ങനെയുള്ള ഭാരം കൂടിയ കല്ല് കെട്ടി കടലിൽ താഴ്ത്തിയാൽ അവന്റെ മരണം പെട്ടെന്ന് നടക്കും. അവൻ ഒരു തരത്തിലും രക്ഷപ്പെടുകയില്ല. നാം ദൂരയാത്രയ്ക്ക് പോവുകയാണെന്ന് ചിന്തിക്കുക. പോകുന്ന വഴിമത്തെ നാം ഒരു ജംഗ്ഷനിൽ എത്തുന്നു, 4 കൂടിയ ജംഗ്ഷനിൽ. അവിടെ വച്ചിരിക്കുന്ന ഡയറക്ഷൻ സൈൻ ബോർഡിൻ്റെ ഡയറക്ഷൻ ആരോ സാമൂഹിക ദ്രോഹികൾ അല്ലെങ്കിൽ ആത്മീയ ദ്രോഹികൾ തിരിച്ചു വച്ചു. നാം അതറിയാതെ ആ ബോർഡ് ഇരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ നാം സഞ്ചരിച്ചു പോകുന്നു. നമ്മുടെ ലക്ഷ്യം തെറ്റി നാം എത്തേണ്ട സ്ഥാനത്തെത്താതെ മറ്റൊരിടത്ത് എത്തിച്ചേരുന്നു. ഇന്ന് ആത്മീയ ഗോളം അത്രയ്ക്ക് പതിച്ചിരിക്കുന്ന സ്ഥിതിയിലാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയുടെ ഡയറക്ഷൻ തിരിച്ചു വച്ചിരിക്കുന്നു. പ്രോസ്പെരിറ്റി ടീച്ചേഴ്സും പ്രവചന ശുശ്രൂഷകന്മാർക്കും നല്ലത് തന്നെത്താൻ ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി ആഴക്കടലിൽ ചാടുന്നതാണ്. ഇന്ന് ഡയറക്ഷൻ സൈൻ ബോർഡിൻ്റെ കാവൽക്കാർ ആയിരിക്കേണ്ടവർ തന്നെ അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചു വച്ചിരിക്കുന്ന സ്ഥിതിയാണ്. സഹോദരന് ഇടർച്ച വരുത്താതിരിക്കുക. നാം വായിച്ച വാക്യത്തിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ അതിക്രമം ചെയ്താൽ അവനെ ശാസിക്കുക, അവൻ അനുതപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിന്നോട് അതിക്രമം ചെയ്യുകയും 7 പ്രാവശ്യം നിന്റെ അടുക്കൽ വന്ന് ഞാൻ അനുതപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. ഇവിടെ ക്ഷമയുടെ ആവശ്യം കർത്താവ് പഠിപ്പിക്കുകയാണ്. സഹോദരൻ പിഴച്ചാൽ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കണം. തെറ്റ് കണ്ടില്ലെന്ന് നടിക്കരുത്. സഹോദരൻ്റെ തെറ്റ് കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നതും പാപമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17 പറയുന്നത്, സഹോദരനെ നിന്റെ ഹൃദയത്തിൽ വെറുക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിക്കുവാൻ അവനെ തീർച്ചയായും ശാസിക്കണം, എന്നാൽ പ്രതികാരം ചെയ്യരുത്. ഇന്ന് ഭവനത്തിലും സഭകളിലും ശാസനയുമില്ല, ഗുണീകരണവുമില്ല, പ്രതികരണവുമില്ലാത്തൊരവസ്ഥയാണ്. സഹോദരൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. അനുതാപത്തിൻ്റെ ആവശ്യകത കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്കും ഈവൻ ശുശ്രൂഷകന്മാർക്ക് പോലും ക്ഷമിക്കുവാൻ കഴിയാതെ പ്രൈഡിൻ്റെയും ജലസിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വാശിയുടെയും ആത്മാവാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരനോട് ക്ഷമിക്കാതിരിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ വെറും ശൂന്യമാണ്, പൊള്ളയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 26 നാം നോക്കുമ്പോൾ, അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരികയും അവയും അതിൽ കടന്ന് പാർക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യൻ്റെ ഒടുവിലത്തെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടമായി തീരും. ക്ഷമിക്കുവാൻ ഉള്ള കൃപ നമുക്ക് ദൈവം തരണം. ദൈവം തന്നില്ലെങ്കിൽ 7 അല്ല 700 ദുരാത്മാക്കൾ ഹൃദയത്തിൽ കയറി കൂടുവയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ളവരെ നയിക്കുന്നത് ദുരാത്മാക്കളായിരിക്കും. മത്തായിയുടെ സുവിശേഷം 12:45 പറയുന്നത്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇത് യേശു കർത്താവ് ലോകത്തിൽ വരുന്നതിന് മുമ്പുള്ള ഇസ്രായേലിൻ്റെ സ്ഥിതി ആയിരുന്നു. ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം ഇസ്രായേൽ ജനം ജാതികളെക്കാൾ മെച്ചമായിട്ട് വീടുകൾ അടിച്ചും തൂത്തും വാരിയും അലങ്കരിച്ചും തുടച്ചുമെല്ലാം ഇട്ടിരുന്നു. എന്നാൽ
അവർ സ്വയനീതിക്കാരും അശുദ്ധരും അഹങ്കാരികളുമായപ്പോൾ അശുദ്ധാത്മാവ് അവരിൽ കടന്നുകൂടി. ദൈവം അവരെ തള്ളുകയും ബാബിലോണിയൻ, സിറിയൻ, റോമൻ എന്നിവരാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് ഇത് പറഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി തീർന്നു. ഒരുവൻ്റെ അന്തരാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ള് ശൂന്യമായി കിടക്കുവാൻ പാടില്ല. സ്തോത്രം എന്നൊരു പാഠം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ശൂന്യമായി കിടക്കുവാൻ പാടില്ല. ദൈവാത്മാവിന് ഇടം കൊടുക്കണം. സഹോദരന് ഇടർച്ച വരുത്താതിരിക്കുക. സഹോദരൻ തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും അവനോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുകയില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. നാം വായിച്ച വാക്യത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 17:5-6 നാം നോക്കുമ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കുക. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. 3 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്ന ശിഷ്യഗണം തങ്ങളുടെ വിശ്വാസക്കുറവിനെക്കുറിച്ചും ബോധ്യം വന്നിട്ട് തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അപേക്ഷിക്കുകയാണ് ഇവിടെ. കുരുടന് കാഴ്ച കൊടുത്തു, അവനെ ശാന്തമാക്കി. മുടന്തന് സൗഖ്യം ലഭിച്ചതും മരിച്ചവനെ ഉയർപ്പിച്ചതും കണ്ടവരാണ് ഈ ശിഷ്യന്മാർ. ഇപ്പോൾ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നാം തനിയെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അത് ദൈവത്തിന് കൈകാര്യം ചെയ്യുവാൻ വിട്ടുകൊടുക്കണം. നാം തന്നെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിനെ തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. കടുകുമണി വളരെ ചെറുതാണ്, അതിനാൽ അതിൻ്റെ അകത്തൊരു ജീവനുണ്ട്. അതുകൊണ്ട് അതിന് വളരുവാനും ഫലം പ്രകടിപ്പിക്കാനും അനേക പക്ഷികൾക്ക് വന്ന് തണലിൽ വിശ്രമിക്കുവാനും കൂടുവയ്ക്കുവാനും എല്ലാം കഴിയുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു, ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സാദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളെക്കാളും വലുതായി തീരുന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകൾ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ ചെറിയൊരു കൂട്ടം മാത്രമാണ് സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. 3.5 വർഷം തികഞ്ഞപ്പോഴേക്കും അനേകർ അവനെ തിരസ്കരിച്ചു, അവനെ പരിഹസിച്ചു, നിന്ദിച്ചു. പ്രിയ ശിഷ്യന്മാര് പ്രാണനെ പേടിച്ച് ഓടിക്കളഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ലോകം മുഴുവൻ അവനെ അറിയുന്നു. യേശു കർത്താവ് എന്നൊരു മഹാപർവ്വതമായി ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ വലിയവൻ തന്നെ. അവനിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 17:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്നും വരുമ്പോൾ നീ പെട്ടെന്ന് വന്ന് ഊണിയിരിക്കുക എന്ന് അവനോട് പറയുമോ? മറിച്ച് എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതുവരെ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും ഭക്ഷിച്ച് പാനം ചെയ്തു കൊള്ളുവിൻ
എന്നല്ലയോ പറയുന്നത്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലെ കാര്യമാണത്. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അപ്രകാരം നിങ്ങളോടും കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു, ഞങ്ങൾ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേൻ. പകൽ മുഴുവൻ വയലിൽ കഠിനാധ്വാനം ചെയ്ത ശേഷം ഇരുട്ടായപ്പോൾ യജമാനൻ്റെ വീട്ടിലേക്ക് ക്ഷീണിച്ച് മടങ്ങി വന്ന ദാസന് ദൈവ സന്നിധിയിലുള്ള സ്ഥാനം എന്താണെന്ന് ഇവിടെ യേശു കർത്താവ് പ്രസ്താവിക്കുന്നുണ്ട് ഈ ഉപമയിൽ കൂടി. സാധാരണ പകൽ മുഴുവൻ അധ്വാനം ചെയ്ത ശേഷം സമയം വൈകുന്നേരം ആകുന്നതിന് മുമ്പ് കൂലിയും വാങ്ങി സ്ഥലം കാലിയാക്കുന്നവരെയാണ് നാം കണ്ടിട്ടുള്ളത്. ഇന്ന് കൂലി കിട്ടിയില്ലെങ്കിൽ വേലയില്ല. സ്തോത്രം. ഞാൻ ഈ ലോകത്തിലെ വേലയുടെ കാര്യമല്ല പറഞ്ഞത്, ദൈവവേലയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഉപമയിലെ ദാസന് സ്വന്തമായ ഒരു വീടില്ലായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ യജമാനൻ വില കൊടുത്ത് വാങ്ങിയ അടിമയായിരിക്കാം. ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ അവരെ പ്രസാദിപ്പിക്കുന്നതിലല്ല ഇവിടുത്തെ വലിയ കാര്യം. യജമാനനെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ് ദാസന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വ്രതവും. ഇങ്ങനെയുള്ള ഒരു ദാസനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ ഉപമയിലെ ദാസൻ ഒരു സർവകലാവല്ലഭനാണ്. കാരണം കൃഷി അറിയാം, ആടുപരിപാലനം അറിയാം, ഭക്ഷണം പാകം ചെയ്യുവാൻ അറിയാം, മാത്രമല്ല അരകെട്ടി ശുശ്രൂഷിക്കുവാനും അറിയാം. എല്ലാ ഉത്തരവാദിത്വവും ഈ ഒരൊറ്റ ദാസന്റെ മേലിൽ കിടക്കുന്നു. ഇത്രയും നല്ല ദാസനോട് യജമാനൻ പ്രവർത്തിക്കുന്നു നോക്കുക. നമുക്കൊരു പക്ഷേ തോന്നിപ്പോകും, ഇയാൾ ഒരു യജമാനനാണോ, അത് ഒരു ദുഷ്ടനാണോ എന്ന് തോന്നിപ്പോകും. മാതൃകയില്ലാത്ത, മനസ്സലിവില്ലാത്ത യജമാനൻ എന്നെല്ലാം തോന്നിപ്പോകും. തൻ്റെ ദാസൻ കഠിനാധ്വാനം കഴിഞ്ഞ് നേരെ സന്ധ്യയായി കൂലി വാങ്ങാൻ ചെല്ലുമ്പോൾ യജമാനൻ പറയുന്നു, നീ എനിക്ക് അതിഥികൾ ഉണ്ടെങ്കിൽ അവർക്കും അത്താഴം പാകം ചെയ്യുക, മാത്രമല്ല അരകെട്ടി ശുശ്രൂഷിക്കുക, അതിനുശേഷം മാത്രം നീ കഴിച്ചാൽ മതി. പകലത്തെ കഠിനാധ്വാനത്തിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും രാത്രിയിൽ യജമാനൻ്റെ ഭവനത്തിലെ പണിക്ക് ഒട്ടും അശ്രദ്ധ പാടില്ല. രാത്രിയിൽ ഇന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുക. കാരണം യജമാനൻ ഒരു മനസ്സലിവുമില്ലാത്തവനും യജമാനന്റെ അപ്രതീക്ക് കാരണമായാൽ മരണത്തിന് തുല്യമായിരിക്കും ശിക്ഷ വരുന്നത്. അതല്ലെങ്കിൽ നിത്യതയായിരിക്കും നഷ്ടമാകുന്നത്. അത്രമാത്രം കടപ്പാട് ഈ ദാസന് യജമാനനോടുണ്ട്. അത് നമുക്കും ഉണ്ടാകണം. യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്. യജമാനൻ തൻ്റെ ദാസനെ നിലം ഉഴുതുന്നതിനോ മൃഗങ്ങളെ മേയ്ക്കുന്നതിനോ അയക്കുന്നു. ദാസൻ വൈകുന്നേരം തൻ്റെ വേല കഴിഞ്ഞ് വരുമ്പോൾ അയാൾ വേണം യജമാനൻ്റെ ഭക്ഷണം ഒരുക്കുവാനും ശുശ്രൂഷിക്കുവാനും. യജമാനൻ ദാസനെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നന്ദി പറയേണ്ട ആവശ്യമില്ല. യജമാനൻ ദാസനു ഒന്നും നൽകേണ്ടതില്ല. കാരണം അതെല്ലാം ദാസന്റെ കടമയിൽപ്പെട്ടതാണ്. ദാസൻ തുടർച്ചയായി യജമാനനെ ശുശ്രൂഷിക്കുവാൻ ബാധ്യത ഉള്ളവനാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ളവനാണ്. നാം ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. നാം ദൈവത്തിൻ്റെ വകയാണ്. നാം ദൈവത്തിൻ്റെ അടിമകളാണ്. അടിമകൾക്ക് ഒരവകാശവുമില്ല. അവർക്ക് ഫ്രീഡമില്ല. യജമാനൻ അടിമയെ വില കൊടുത്ത് വാങ്ങിയതായിരിക്കും. അതുകൊണ്ട് യജമാനൻ പറയുന്നതെല്ലാം അടിമ അനുസരിക്കണം. തൻ്റെ വിലയേറിയ രക്തം മറുവിലയായി കൊടുത്താണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വാങ്ങിയിരിക്കുന്നത്. ഇന്ന് ആത്മീയ കോളത്തിൽ പല ശുശ്രൂഷകന്മാർ
തങ്ങളുടെ വിശ്വാസികളെ അടിമകളാക്കി വച്ചിരിക്കുന്ന അവസ്ഥയാണ്. ചില വിശ്വാസികൾ തങ്ങളുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷകന്മാരുടെ അടിമകളായിരിക്കുന്നവരും ആത്മീയ കോളത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ശുശ്രൂഷകൻ്റെ അല്ല, കർത്താവിൻ്റെ അടിമകളാകുക, കർത്താവിൻ്റെ ശിഷ്യന്മാരാകുക. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 1 പത്രോസിൻ്റെ ലേഖനം 1:19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലോ. നമ്മുടെ ആയുഷ്കാലം മുഴുവനും ക്രിസ്തു എന്ന് പറഞ്ഞാലും അത് നാം അനുസരിക്കണം. നാം അവൻ്റെ വകയാണ്. നമ്മോട് പറഞ്ഞതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുവിൻ. കാരണം നാം അവൻ്റെ മാത്രം വകയാണ്. അവൻ്റെ ശിഷ്യത്വം വഹിക്കുന്നവരാണ്. അവൻ്റെ കൃപയൊന്നു മാത്രമാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ അല്ലെന്ന് ഏറ്റു പറയുക, എപ്പോഴും ഓർത്തിരിക്കുക. നാം കർത്താവിൻ്റെ വകയാണ്. കർത്താവാണ് നാം വിലയേറിയ രക്തം കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.